സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ സമാധാനായിട്ടിരിക്കെ. എന്തായാലും ഇങ്ങനെയൊക്കെ ചില സൂചനകൾ കിട്ടിയില്ലേ? ഇനി എന്തു വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. പൂജമോള എനിക്ക് രക്തം തന്നതല്ലേ? അതെ അമ്മേ. മോളെ. അച്ഛമ്മേ ഇരിക്കൂ. മോളെ ഇരിക്കേ. അയ്യോ അച്ഛമ്മേ. ആശുപത്രിയിൽ വെച്ച് ഞാൻ തന്ന ഉമ്മ ഒരു മാപ്പ് പറച്ചിലായിരുന്നു. രാത്രിയിൽ നിന്നെ അപമാനിക്കാൻ വേണ്ടി ഞാനും കൂടെ ചേർന്നതിന്റെ മാപ്പ് പറച്ചിൽ. മുറിയിൽ ഒരാളെ കയറ്റി നിന്നെ ചതിക്കാൻ വേണ്ടി ഒളിപ്പിച്ചിട്ട് നിന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ അതിന് ഞാനും കൂട്ടുനിന്നു. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഉമ്മയായിരുന്നു. ഇന്നിപ്പോ ഞാൻ നന്ദി പറയുന്നതാ. എന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദി. എന്താ അച്ഛമ്മേ? ഞാൻ അറിഞ്ഞു നീ എനിക്ക് രക്തം തന്നതും എന്നാ രക്തം തന്ന കാര്യം ഞാൻ അറിയരുതെന്ന് പറഞ്ഞതും ഒക്കെ. ഇതിനേക്കാൾ അർത്ഥവത്തായ ഒരു ശിക്ഷ എനിക്ക് കിട്ടാനുണ്ടോ? ആരെയാണോ ഞാൻ അവഹേളിച്ചത് ആ ആളിനെ തന്നെ എന്റെ ജീവൻ നിലനിർത്താൻ ആശ്രയിക്കേണ്ടി വന്നു. അച്ഛമ്മ അങ്ങനൊന്നും പറയല്ലേ. നമ്മുടെ രണ്ടുപേരുടെയും ദേഹത്ത് ഇപ്പൊ ഓടുന്നത് ഒരേ ചോരയാ. അപ്പോ തമ്മിൽ ഒരാൾക്കൊരു അപകടം വന്നാൽ പരസ്പരം സഹായിക്കാൻ നമ്മളെ ഉള്ളൂ. പ്രായമായവരിൽ നിന്ന് രക്തം എടുക്കില്ല. എങ്കിലും നിനക്കൊരാവശ്യം വരുമ്പോ എന്റെ ചോര എടുക്കണമെന്ന് ഞാൻ പറയും. അച്ഛമ്മ അങ്ങനൊന്നും ചിന്തിക്കരുത്. അന്ന് ആ താരാട്ടുപാട്ട് നീ പാടിയത് മുതൽ എന്തോ അരുണിമയായിട്ടൊരു ബന്ധം എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് ഓരോ സാഹചര്യത്തിലും അത് ഉറച്ചു വരികയായിരുന്നു. ഇപ്പോഴിതാ രക്തത്തിൽ കൂടിയും നീ അരുണിമയുടെ മകളായി. കനകം പറഞ്ഞപ്പോ എനിക്കൊരു ഷോക്കായിരുന്നു. മറ്റൊന്നുമല്ല, അനു എനിക്ക് രക്തം തരാത്ത എന്താണെന്ന്. കള്ളമാണെന്നാ വിചാരിച്ചത്. ഇപ്പൊ മാധുരിയായിട്ട് സംസാരിച്ചപ്പോഴാ ഒക്കെ സത്യമാണെന്നറിഞ്ഞത്. എനിക്കിനി അറിയേണ്ടത് അനു ആരാണെന്നുള്ളതാ. എന്റെ അരുണിമയുടെ മകളാണെങ്കിൽ രക്തഗ്രൂപ്പ് മാറില്ലായിരുന്നു. മോള് പറ, അവൾ ആരാ? എന്തോ ഒരു കള്ളം നടത്തിയല്ലേ അവള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത്? അങ്ങനൊന്നും സംശയിക്കരുത് അച്ഛമ്മ. അല്ല, എനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. അച്ഛമ്മ സമാധാനായിട്ടിരിക്കെ. ഞാനും അന്വേഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന്. അവളുടെ കള്ളത്തരം തെളിഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് മോളെ കുറിച്ച് അന്വേഷിക്കണം. എന്റെ മനസ്സ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹലോ അമ്മേ. നന്ദ,
എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? അനുക്കുട്ടി എന്താ എനിക്ക് രക്തം തരാഞ്ഞത്? നന്ദനൊന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്നതല്ലേ? എന്തൊക്കെയാ സംഭവിച്ചത്? എന്തൊക്കെയാ സംഭവിക്കുന്നത് ഒന്നും എനിക്കറിയില്ല അമ്മേ. നന്ദൻ അറിയണം. നന്ദൻ തളരാൻ പാടില്ല. ഒക്കെ അന്വേഷിച്ചറിയണം. അനു അരുണിമയുടെ മോളല്ലെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നമ്മേ. എല്ലാം വിട്ടെറിഞ്ഞേച്ചും എങ്ങോട്ടെങ്കിലും പോയാലോന്ന് ആലോചിക്കുക. ആ അമ്മേ, ഞാൻ സ്പീക്കർ ഫോണിൽ നിന്നിടുവാണേ. ശങ്കർ വന്നിട്ടുണ്ട്, കൊടുക്കാം. ആ ഹലോ അമ്മേ. ആ ശങ്കർ, അനുവിന്റെ കാര്യത്തില് നന്ദൻ ആകെ വറീടാ. നന്ദന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മുടെ ഈ പ്രതിസന്ധിക്ക് ശങ്കർ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം. അനുവിനെ കുറിച്ച് അന്വേഷിക്കണം. എനിക്കറിയാം അമ്മേ. ഞാൻ കാര്യങ്ങളെ നീക്കുക. അവക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ നമ്മളത് വെളിച്ചത്ത് കൊണ്ടുവരും. ആദ്യം DNA ടെസ്റ്റ് നടത്തണം. അതിന് ഏട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ കുറെ അന്വേഷണങ്ങൾ വേണം. എന്നിട്ട് അവളെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അമ്മ വേണം അടിച്ച് പുറത്താക്കാൻ. അതുപോലെ ശങ്കറെ, പൂജമോൾ ആരാണെന്നൊന്ന് അന്വേഷിക്കണം. നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഗുണങ്ങള് പൂജമോളിൽ കാണുന്നുണ്ട്. അമ്മ സമാധാനിക്കമ്മേ. അവരെ രണ്ടുപേരെയും കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഉടൻ കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ അമ്മേ, ശരി. ഓ ശരി. എല്ലാം ശരിയാകും ഏട്ടാ. എന്താടി? വണ്ടിയുടെ താക്കോലിങ്ങിതാടി. വണ്ടിയുടെ താക്കോലോ? നിന്നെ തന്നെ പൂട്ടി താക്കോലെടുക്കാൻ തയ്യാറാവുകയാണ് പോലീസ്. അപ്പോഴവളുടെ വണ്ടിയുടെ താക്കോല്. പൂജ, നിന്നോട് തർക്കിക്കാൻ എനിക്ക് സമയമില്ല. എന്റെ സ്വഭാവം അറിയാലോ. നല്ല എണ്ണം അറിയാം. ഇന്നലെ വരെ എനിക്കേ അറിയായിരുന്നുള്ളൂ. ഇപ്പോ ഏതാണ്ട് എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ട്. പറഞ്ഞോ, അച്ചമ്മയ്ക്ക് നീ ബ്ലഡ് കൊടുക്കാതിരുന്ന എന്താ? അത് നിന്നോട് പറയേണ്ട കാര്യം എന്താ? ഞാനത് മുത്തശ്ശിയോടും ആന്റിയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞോളാം. മുത്തശ്ശിയോടും ആന്റിയോടും അച്ഛനോടും ഒക്കെ പറയാവുന്നോ? ഏത് മുത്തശ്ശി, ഏത് ആന്റി, ഏത് അച്ഛൻ? ബന്ധങ്ങളൊക്കെ മാറി മറിയാൻ പോവാ മോളെ. നോക്ക്, ഇത് വാർത്തയായാലേ നിനക്ക് സയൻസിനുള്ള നോബൽ പ്രൈസ് തന്നെ കിട്ടും. ലോകത്താദ്യമായി ബ്ലഡ് ഗ്രൂപ്പ് മാറ്റാൻ കഴിവുള്ള അത്ഭുത കണ്ടുപിടുത്തം നടത്തിയ ആളെന്ന ലേബലിൽ. ഒരു പ്രായം വരെ AB നെഗറ്റീവ്, പെട്ടെന്നൊരു ദിവസം A പോസിറ്റീവ്. നീ വലിയ സെലിബ്രിറ്റി ആവും മോളെ. പൂജ, എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എങ്ങനെ? എന്നെ ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ലെന്നോ? ബോധിപ്പിച്ചേ പറ്റൂ. കാരണം എന്താണെന്നറിയോ?
ഇപ്പൊ അരുണിമ അമ്മയുടെ മോള് ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോ അതെന്റെ മുത്തശ്ശിയാ. എന്റെ മുത്തശ്ശിക്കാ നീ ബ്ലഡ് കൊടുക്കാത്ത. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. പ്രിയ, നോക്ക്, ഞാനൊരു വാക്ക് പറഞ്ഞ അതിൽ നിന്ന് മാറില്ല. അത് നിനക്കറിയാലോ. ദാ, ഇപ്പോഴും പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. എത്രയോ വർഷം ഒരേ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞവരാ നമ്മള്. നീ സമ്മതിച്ചില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് നീ എന്റെ സഹോദരി തന്നെയാ. സ്നേഹസദനത്തിൽ എന്റെ കാര്യങ്ങളെക്കാൾ നിന്റെ കാര്യങ്ങളാ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. നീ ആവശ്യപ്പെടുന്ന ഫോൺ, പുതിയ 2 വീലർ, വസ്ത്രങ്ങളൊക്കെ നീ ആവശ്യപ്പെടുമ്പോ ലോൺ എടുത്തിട്ട് ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. നിന്നെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പഴയ കണക്കുകളൊന്നും പറയണ്ട. പഴയ കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുന്നത് മനസ്സിന് സന്തോഷം കിട്ടാനാ. നിന്നെ പോലെയുള്ളവർക്ക് അത് കണക്ക് പറച്ചിലായിട്ട് തോന്നും. ആ, ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച ആളാ ഞാൻ. നീ ഇപ്പോഴും ഒരു അപകടത്തിലേക്ക് പോകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. പ്രിയ, നീ തുറന്നു പറ, എന്തൊക്കെയാ നടന്നത്? നീ നന്ദൻ സാറിന്റെ മകളാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ നിനക്ക് എവിടുന്ന കിട്ടിയേ? സ്നേഹസദനം പോലീസ് സീൽ ചെയ്ത് നമ്മൾ പിരിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? പറയാനി കുട്ടി. അത് ശരി, നീ എന്നെ സംശയിക്കണം? ഞാനല്ല, എല്ലാവരും സംശയിക്കാൻ നിന്നെ. ആ സംശയങ്ങളൊക്കെ മാറ്റാനാ ഞാൻ നിന്നെ കാണാൻ വന്നത്. നീ പറ, എന്തൊക്കെയാ സംഭവിച്ചത്? നമ്മുടെ അച്ഛനെ തൊട്ട് ഞാൻ പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. പൂജ, എന്റെ ജീവിതം തകർക്കാൻ നോക്കിയല്ലേ കൊന്നുകളയും ഞാൻ. ഞാനേ നന്ദഗോപൻ അച്ഛന്റെ മകളാ. എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുക അല്ലേ? പ്രിയ, ഞാൻ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇടപെടുന്നത്. എന്റെ ജീവിതമാകെ കുഴപ്പത്തിലാക്കിട്ടെ പറയുന്ന കേട്ടില്ലേ? കുഴപ്പത്തിലാകാതിരിക്കാൻ വേണ്ടിയാ നോക്കുന്നതെന്ന്. പ്രിയ, നീ ഒന്ന് സമാധാനിക്ക്, ഒന്ന് കൂളാവ്. എന്റെ വണ്ടിയുടെ താക്കോല് താടി. എന്താ പ്രശ്നം? ഇവൾ എന്റെ വണ്ടിയുടെ താക്കോല് തട്ടിയെടുത്തു. വണ്ടി മോഷ്ടിക്കാൻ തുടങ്ങുക. എന്താ സത്യമാണോ? നിന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും പ്രിയ. ഒന്ന് പോടി. ഉറപ്പാ, ഇതിന് പിന്നിൽ ഒരു ചതി വ്യക്തമായും ഉണ്ട്. അത് കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ പ്രിയ, ആകെ ഒരു ടെൻഷൻ? എന്താ പ്രശ്നം? സാക്ഷി, ഞാനൊരു വലിയ പ്രോബ്ലത്തിലാ. സാക്ഷി എന്നെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ തന്നെ ആ പൂജയായിട്ടൊരു സീൻ ഉണ്ടാക്കിയിട്ടാ വരുന്നത്. കാര്യം പറയടോ. ഓക്കെ, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താ സാക്ഷി? എങ്ങനെയാ ബ്ലഡ് ഗ്രൂപ്പ് മാറിയേ? അതെനിക്കറിയില്ല സാക്ഷി. എനിക്കറിയാം, നീയല്ല ആ നന്ദഗോപന്റെ മകളെന്ന്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നന്ദഗോപന്റെ മകളല്ല എന്നുള്ളത് ആരോടും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു കള്ളം ആലോചിക്കുകയാണോ? എന്താ സാക്ഷി? ഞാൻ സാക്ഷിയോട് കള്ളം പറയൂ? പ്രിയ, ഞാൻ ഓരോന്ന് ചോദിച്ച് ചോദിച്ച് നിന്നെ വെട്ടിലാക്കുന്നില്ല. ഇത് നിന്റെ വ്യക്തിപരമായ രഹസ്യങ്ങൾ, അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂയിൽ നിനക്ക് സഹായം വേണ്ടത് എന്റെ ഭാഗത്തുനിന്നല്ല. പിന്നെ നീ ഇപ്പോ കൂടെ നിർത്തേണ്ടത് ശങ്കർ രാമനെ. നിങ്ങളുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസം
സംശയമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഒറ്റക്കെട്ടാവണം. അതായത് നിന്നെ കൊണ്ട് അയാൾക്കും നേട്ടങ്ങളുണ്ടെന്ന് തോന്നിക്കണം. ശങ്കർരാമന് ആ വീട്ടിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. അത് നടത്താൻ നീ ഒരു സപ്പോർട്ടാണെന്ന് അയാൾക്ക് തോന്നണം. നിങ്ങൾ ഒറ്റക്കെട്ടായ കാര്യങ്ങൾ എളുപ്പമായി. അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അയാൾ ഒരു ഡേഞ്ചറസ് കക്ഷിയാണ്. പിന്നെ DNA ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇഷ്യൂല് എന്നെ കൊടുക്കാൻ നടക്കുക. എത്രയൊക്കെ ആയാലും അയാള് നിന്റെ അത്ര ഡേഞ്ചറസ് കക്ഷിയല്ല. പിന്നെ നിന്നെ കുരുക്കലാക്കാൻ നോക്കുന്നത് അത് നീ അയാളെ കുരുക്കലാക്കാൻ നോക്കുകയാണെന്നുള്ളൊരു ടെൻഷൻ അയാൾക്ക് ഉള്ളതുകൊണ്ടാ. ആ പേടി മാറ്റിയ അയാൾ നിനക്കൊപ്പം നിൽക്കും. സാക്ഷി പറയുന്നത് എന്തിനു ഞാൻ റെഡിയാ. എങ്കിൽ ഞാനിത് സോൾവ് ചെയ്യാം. ഹലോ സാക്ഷി, ശങ്കർ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലാ. തിരക്കിലാണോ? ആ, ഇന്ന് 1-2 കാര്യങ്ങളുണ്ട്. എനിക്ക് ജയില് വരെ ഒന്ന് പോകണം, മെഡിക്കൽ വിഷയങ്ങൾ, പിന്നെ 1-2 കാര്യങ്ങൾ. എന്തു വേണം? അതിന് ജയിലിലേക്ക് എന്തിനാ പോകുന്നത്? ആ വിശ്വനാഥനെ കാണാൻ. അത് കഴിഞ്ഞ് DNA ടെസ്റ്റിന് ചില കാര്യങ്ങൾ അന്വേഷിക്കണം. അത്രേ ഉള്ളോ? അതിനൊക്കെയുള്ള കാര്യങ്ങള് ഞാൻ അറേഞ്ച് ചെയ്യാം. ആ സാക്ഷി, ഇതേ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. ശങ്കർജി, തനിക്കൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നൊരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ വിളിക്കുന്നത്. നേരെ ഇങ്ങോട്ട് പോരെ. നമുക്ക് മീറ്റ് ചെയ്ത ശേഷം ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ശങ്കർജിക്ക് പോവാം. എന്നാൽ ഓക്കെ, ഞാൻ ഉടനെ എത്താം. ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. ഓക്കെ സാക്ഷി, ഞാൻ എത്തിക്കോളാം. ആ, എത്തുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാം. ഓക്കെ. ഹാപ്പി അല്ലേ? അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചാ മതി. അത് സമ്മതിപ്പിക്കണം. പിന്നൊരു കാര്യം, എല്ലാറ്റിന്റെയും ഒരു വിഹിതം എനിക്ക് ഉണ്ടാവണം. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ശങ്കർറാം വിചാരിച്ച ആ പൂജയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയോ? അവളെ തീർത്താലേ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. പൂജ, എന്താ ആന്റി? അവളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചോ? നീയും അന്വേഷിക്കുന്നുണ്ടെന്നാണല്ലോ മാധുരി വെച്ച് അമ്മയൊക്കെ പറഞ്ഞേ. ഞാൻ അവളെ കണ്ടിട്ട് വരാം. എന്നിട്ട് ആ കള്ളി എന്തു പറഞ്ഞു? അനുക്കുട്ടി അനുക്കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ അവളെ തലയിൽ എടുത്തു വെച്ച് നടന്നു. നമ്മളെല്ലാവരും പറ്റിക്കായിരുന്നു അവള്. മധു, ഈ സമയത്ത് പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഒരു കാര്യമില്ല. എന്നാലും ഞാൻ പറയാം, അരുണിമ ചേച്ചിയുടെ ഒരു ഗുണവും അനുവിനില്ലെന്ന് പലതവണ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അറിയാം. പക്ഷേ ഇങ്ങനൊന്നും നമ്മളാരും വിചാരിച്ചില്ലല്ലോ മാധുരി ചേച്ചി. അവൾ എന്തു പറയുന്നു? വ്യക്തമായി പിടി തരുന്നില്ല. ചോദിച്ച് ഉത്തരം മുട്ടിയപ്പോ അവൾ എന്നെ തല്ലാൻ വന്നു. അനുക്കുട്ടിയോ? തല്ലാൻ വന്നോ? അവളുടെ തലമണ്ട ഇടിച്ച് പൊട്ടിക്കാൻ എന്താ? ആന്റി ഒന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ, ഞാൻ അവിടെ പാഞ്ഞു വരുമായിരുന്നു. ആന്റി, നമുക്കിത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. നന്ദൻ സാറിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു മുൻകൈ എടുക്കേണ്ടത്. നന്ദേട്ടൻ കാര്യങ്ങൾ നമുക്ക് വിട്ടു തന്നേക്കുവാ. ശങ്കരേട്ടൻ ഓരോ അന്വേഷണങ്ങളുമായി കൂടെയുണ്ട്. ഇപ്പൊ അവളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, ഒരു അനുക്കുട്ടി. അവൾ അനുവല്ല, വിനയാ, വിന. എന്തായാലും മധുവിന് കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം.
ഇനി ഞാനൊക്കെ നോക്കിയും കണ്ട് ഇടപെടൂ. അരുണിമ ചേച്ചിയുടെ മോള് നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോ ഞാൻ ഏതോ ഒരു മായയിലേക്ക് അങ്ങ് പോയി. ഒരു പഠിച്ച കള്ളിയാണ് വന്നു കയറിയെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ആന്റിന്ന് കൂന്റിന്നും ഒക്കെ വിളിച്ച് എന്റെ കൂടെ അങ്ങ് ഒട്ടിക്കൂടി. നമ്മൾ അറിയുന്നില്ലല്ലോ ഒക്കെ ഓരോ അടവുകളാണെന്ന്. പാവം അമ്മ, വല്ല അസുഖവും വരുത്തി വെക്കാതിരുന്നാ കൊള്ളാം. അമ്മയ്ക്കും ആകെ അങ്ങ് വെറുപ്പായി പോയി അവളെ. എന്താ ആന്റി? സോറി കേട്ടോ. ആന്റി ആന്റി എന്തിനാ സോറി പറയുന്നത്? എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി അറിയട്ടെ, എന്നിട്ട് വേണം വിശാലമായി ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. മധു, വീട്ടിലെല്ലാവരും ഒറ്റ മനസ്സോടെ നിന്ന പുറത്തു നിന്ന് ആരും നുഴഞ്ഞു കയറില്ല, അന്തചിത്രം ഉണ്ടാവേയില്ല. എല്ലാവരും തമ്മിലൊരു സഹകരണം ഉണ്ടായാൽ തന്നെ സമാധാനവും സന്തോഷവും ഒക്കെ താനേ വരും. നേരെ മാതിരി ചേച്ചി, കഴിഞ്ഞൊക്കെ പോട്ടെ. പൂജ, ഇനിയിപ്പോ അവളുടെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും? അവൾ രക്ഷപ്പെടാൻ ആരുടെങ്കിലും കൂട്ടുപിടിക്കുവോ? പ്രിയ, നീ ഇത്ര ടെൻഷൻ ആവണ്ട. ശങ്കർരാം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ. ഞാൻ പറഞ്ഞ ശങ്കർരാം പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അയാള് സാക്ഷിയുമായി എന്തൊക്കെയോ ഇടപാടുകളുണ്ട്. എന്തായാലും നോക്കാം. പ്രിയ, നിനക്ക് അർജുനെ സ്വന്തമാക്കണം, പൂജയെ ഒതുക്കണം. എന്നതുപോലെ ശങ്കർരാമനും ചില ഉദ്ദേശങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കാൻ നമ്മൾ അയാളെ സഹായിക്കണം. അതിന് നമ്മൾ ബുദ്ധിപരമായി നീങ്ങണം. അയാളെ കൂടെ നിർത്തിയ നിന്റെ DNA ടെസ്റ്റിന്റെ കാര്യത്തിൽ അയാൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയ അത് അച്ഛനറിയില്ലേ? പിന്നെ എന്റെ കാര്യം ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. പൂജയെ ഇല്ലാതാക്കാൻ ശങ്കർരാം വിചാരിച്ച നടക്കും. അതിന് നീ അയാളുടെ കാല് പിടിക്കണമെങ്കിൽ പിടിക്കണം. അയാൾക്ക് ആവശ്യമുള്ളത് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഒരു ഡീലാകുമ്പോ രണ്ട് ഭാഗത്തുനിന്നും വിട്ടുവീഴ്ച ഉണ്ടാവണം. ഞാൻ ശങ്കറിനോട് സംസാരിക്കാം, താൻ മാറി നിന്നാ മതി. ഹലോ ശങ്കർ, നേരെ ടെറസിലേക്ക് വന്നാ മതി. ശങ്കർ വരുന്നുണ്ട്, നീ മാറി നിന്നോ, ഞാൻ സംസാരിക്കാം. ശങ്കർ. ഹലോ. എന്താ സാക്ഷി, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ശങ്കർ ആരെ കാണാനാ ജയിലിൽ പോകുന്നത്? അതുപോലെ DNA ടെസ്റ്റ് എന്താ സംഭവം? സംഭവം അതൊരു ഒന്നൊന്നര സംഭവമാ സാക്ഷി. കാര്യം സാക്ഷിയുടെ ഫ്രണ്ടാ, പക്ഷേ അവിടെ കള്ളക്കളിയൊക്കെ അവസാനിപ്പിക്കാൻ പോവാ.